ഹായ്, എല്ലാവർക്കും നമസ്കാരം. കലിംഗ ഡിസൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യാനായിട്ടാണ്, കട്ട് ചെയ്ത് തയ്ക്കുന്നതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിത് വീഡിയോ ഓണാക്കിയെന്ന് വിചാരിച്ച് വലിയ കാര്യത്തിൻ്റെ എല്ലാ അളവുകളും പറഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് വീഡിയോ ഓണായിട്ടുണ്ടായില്ല. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണാൻ പറ്റും. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്കിവിടെ ഷോൾഡർ 13.5 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് 13.5 ഇഞ്ചിന് നമുക്ക് ആൾക്ക് കൈ സ്ലീവ്ലെസ് ബ്ലൗസാണ് തയ്ക്കേണ്ടത്, കൈ വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 5 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തു നോക്കാം. 5 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി 5.25 ഇഞ്ചിൽ കൊടുക്കാം. 5.25 കൊടുത്തിട്ടുണ്ട്. 5.25 ഷോൾഡർ അടയാളപ്പെടുത്തി. നമുക്കൊരു 1.25 വേണം. ആളുടെ യൂനെക്കാണ് പറഞ്ഞേക്കുന്നത്. 1.25 നമ്മളിവിടെ കഴുത്തിൻ്റെ അകലവും മാർക്ക് ചെയ്തു. അതിനുശേഷം കൈക്കുഴി ഒരു 5.25 തന്നെ നമ്മൾ താഴത്തേക്ക് അടയാളപ്പെടുത്തി മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ചെസ്റ്റ് വരുന്നത് 29.5 29.5 കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുമ്പോൾ 33.5. 4 ഇഞ്ച് ലൂസാണ് കൂട്ടുന്നത്. 33.5 4/1 8.25 ഒരു പോയിൻറ്റ്. 8.25 ഒരു പോയിൻ്റാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്തു. 8.25 ഒരു പോയിൻറ്റും നമ്മളിത് ഇവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. തയ്യൽ തുമ്പ് കൊടുത്തു. താഴെ നമ്മുടെ വേസ്റ്റ് വരുന്നത് 23.5. 23.5 4/1 ഭാഗം നമ്മൾ 23.5 4/1 ഭാഗം 5.25 വരുന്നത്. അപ്പോൾ 23.5 അറിയാൻ പാടില്ലാത്തൊരു ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ആദ്യമായിട്ട് ബിഗിനേഴ്സിനാണ് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ 23.5 എടുക്കുക. 11.25 അതിൻ്റെ പകുതി 5.25 ഒരു പോയിൻറ്റുമാണ് വരുന്നത്. നമുക്ക് 5.25 ഒരു പോയിൻ്റ് ആദ്യം തന്നെ നമ്മളിവിടെ അടയാളപ്പെടുത്തുക. ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നാണ് സംഭവം. ഞാൻ വീഡിയോ ഓൺ ചെയ്തെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് വീഡിയോ ഓൺ ആയിട്ടില്ല. പിന്നെ നമ്മുടെ ഇവിടെ ടക്ക് അര ഇഞ്ചിൻ്റെ 1 ഇഞ്ച് ടക്കാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. 1 ഇഞ്ച് ടക്കിൻ്റെ ആ 1 ഇഞ്ച് നമ്മളിവിടെ കൂട്ടിയിടണം. പിന്നെ സാധാ പോലെ നമ്മുടെ സീം അലവൻസ്, അതായത് തയ്യൽ തുമ്പിടാനുള്ളത് 1.5 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി. അതിന് ശേഷം നമ്മളിവിടെ ഈ രണ്ടും കൂടി ജോയിൻറ്റ് ചെയ്തു. നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജോയിൻറ്റ് ചെയ്ത് നമുക്ക് കൈക്കുഴി ഒരു 3/4 ഇഞ്ചൊക്കെ മതി. കാരണം ഒട്ടും വണ്ണമില്ലാത്ത കൊച്ചാണ്. 1 ഇഞ്ച് 3/4 ഇഞ്ചൊക്കെ എടുത്താൽ മതി. ഒരു 3/4 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. അതിന് ശേഷം നമുക്കിത് ഇവിടെ ഇതിൻ്റെ നടുഭാഗം കണ്ടിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നതിൽ ഇതിന് നടുഭാഗം കണ്ട് ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് വരച്ചെടുത്താൽ മതി. നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്കിത് ഇങ്ങനെ വരച്ചെടുക്കാൻ പറ്റും. ഇതിങ്ങനെ വരച്ച് നമ്മളിത് ഇവിടേക്ക് ജോയിൻറ്റ് ചെയ്യാണ്. ഇതിവിടെ നമ്മുടെ ആദ്യത്തെ വര, അതായത് ചെസ്റ്റിൻ്റെ ആ മാർക്കിലേക്കാണ് നമ്മളിവിടെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് പോകേണ്ടത്. 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളിവിടെ ജോയിൻറ്റ് ചെയ്തു. ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തു. വണ്ണമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മളൊരു പതുക്കെ ഒരു 1/4 ഇഞ്ച് താഴത്തേക്ക് ഇതിങ്ങനെ മാർക്ക് ചെയ്യും. അപ്പോൾ അത് കറക്റ്റ് ഫിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മാർക്ക് ചെയ്യുന്നത്. വണ്ണമില്ലാത്തൊരു കുഞ്ഞായതുകൊണ്ട് നമുക്ക് അത്രയും ഇത് വേണ്ട. പിന്നെ നമ്മളിവിടെ ടക്ക് മാർക്ക് ചെയ്തേക്കുന്നത് ഇവിടെ നിന്ന് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട്, ഈ 3.5 ഇഞ്ച് എങ്ങനെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ ബ്രസ്റ്റിൻ്റെ പോയിൻ്റ് 7 ഇഞ്ചാണ്. ബ്രസ്റ്റിൻ്റെ അകലം വരുന്നത് 7 ഇഞ്ച് ആയതുകൊണ്ട് അതിൻ്റെ പകുതിയാണ് നമ്മൾ 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ബാക്കാണ്. ബാക്ക് ടക്കിന് നമ്മൾ അങ്ങനെ തന്നെയാണ് ടക്ക് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 3.25 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് വെച്ച് നമ്മളിവിടെ അപ്പുറം ഇപ്പുറയും മാർക്ക് ചെയ്ത് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ടക്ക് അടിക്കാനുള്ളത്. അതിന് ശേഷം നമ്മൾ ബാക്കിലെ ഇത് നമ്മൾ ആദ്യം ഒന്ന് അളന്ന് നോക്കാൻ വേണം. ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ അടിച്ച് പോകാനായിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കൈയുടെ വണ്ണം എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കണം. നമുക്കിവിടെ കറക്റ്റ് ഷോൾഡർ കിട്ടിയിരിക്കുന്നത് 12.5 12.5 1 ഇഞ്ച് ലൂസ് കൂട്ടി 13.5 ഇഞ്ച് നമുക്ക് വേണം. 13.5 വണ്ണം കുറഞ്ഞ ആളായതുകൊണ്ട് ഒരു 13 കിട്ടിയാലും നമുക്ക് കറക്റ്റ് ഫിറ്റിങ്ങിൽ, കാരണം കൈ വേണ്ട, അപ്പോൾ നല്ല ഫിറ്റിങ്ങിലിരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുക. അപ്പോൾ ഇതിപ്പോൾ നമ്മളങ്ങനെ നോക്കുമ്പോൾ
ഇങ്ങനെ നോക്കി നോക്കണം. അപ്പോഴാണ് ഇത് മിസ്റ്റേക്ക് മനസ്സിലാവാൻ വേണ്ടി തന്നെയാണ് നമ്മൾ എല്ലാവരും പറയും നമ്മൾ ഷോൾഡറിൻ്റെ അതേ സെയിമാണ് ആം ഹോളിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടതെന്ന് പറയും. ഞാൻ കാണിച്ചു തരാം. ഇവിടെ എങ്ങനെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ അളന്ന് നോക്കുക. ഇപ്പോൾ ഷോൾഡർ കിട്ടിയിരിക്കുന്നത് നമുക്ക് 7.25 അപ്പോൾ നമുക്ക് ഒരുപാട് ഷോൾഡർ ഈ ആം ഹോൾ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ റിങ്കിൾസൊക്കെ വരും. ഇങ്ങനെ ലൂസായിട്ട് ഇടുന്ന ഡ്രസ്സുകളുള്ളവർക്ക് അറിയാം ഇവിടെ ഇങ്ങനെ ചുളുങ്ങി കിടക്കുന്നത്. അപ്പം നമ്മളിവിടെ നമുക്കൊരു 4.25 അടയാളപ്പെടുത്തി നോക്കാം. 4.25 അടയാളപ്പെടുത്താം. അപ്പം നമ്മളിത് എപ്പോഴും ഇത് കറക്റ്റാക്കി നോക്കണം. അതല്ലെങ്കിൽ നമ്മുടെ ആം ഹോൾ ഭയങ്കര ലൂസായി പോവും. നമുക്കിവിടെ ഇതേ മാർക്കിങ് ഇവിടെ കൊടുത്ത് നോക്കാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ ഈ 3/4 ഇഞ്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നാളൊന്ന് നോക്കാം ഈ രണ്ടാമത്തെ വരയിലേക്ക്. അപ്പോൾ നമ്മളിത് മാച്ചളയാണ്. ഈ വര നമുക്ക് ആവശ്യമില്ല. ഇത് നമ്മൾ മാച്ചളഞ്ഞു. ഇതാണ് നമുക്ക് വേണ്ട വര. അതിന് ശേഷം ഇങ്ങനെ അളന്ന് നോക്കണം. അളന്ന് നോക്കിയാലാണ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. 6.25 ആകുമ്പോൾ കറക്റ്റ് 13.5 ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ കിട്ടിയിട്ടുണ്ട്. അത് കറക്റ്റാണോ എന്ന് അളന്ന് നോക്കിയതിന് ശേഷം വേണം. അതല്ലാതെ ഇറങ്ങി നമ്മൾ ആം ഹോൾ വെട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആം ഹോളിൻ്റെ കുഴിയിൽ ഭയങ്കര ലൂസ് വരാനും വൃത്തികേടായി കിടക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അളന്ന് നോക്കുക. 12.5 അപ്പോൾ 1 ഇഞ്ച് നമ്മൾ ലൂസ് കൊടുക്കുന്നുണ്ട്. 13.5 അപ്പോൾ 13.5 അളവിലാണ് നമ്മളിപ്പോൾ വെട്ടിയെടുത്തേക്കുന്നത്. 6.25 കണ്ടോ? 6.25 ഇവിടെ നമുക്ക് ഇത് കിട്ടിയേക്കുന്നത്. 1.5 ഇഞ്ച് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തത് നമ്മളപ്പോൾ അത് ക്ലിയർ ആക്കിക്കൊള്ളണം. അത് നമ്മളെപ്പോഴും ഇത് ആം ഹോൾ വരച്ചതിന് ശേഷം നമ്മളത് ക്ലിയർ ആക്കിയിട്ട് വേണം ഒരാളുടെ ആം ഹോൾ സെറ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ ഈ ഷോൾഡർ തന്നെ ആം ഹോളായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആം ഹോളിൽ വ്യത്യാസങ്ങൾ വരാനും കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും ഇതിങ്ങനെ അളന്ന് നോക്കിയതിന് ശേഷം വേണം നമ്മുടെ കറക്റ്റാണോ ആം ഹോൾ എന്നുള്ളത് കറക്റ്റ് അളന്ന് നോക്കണം. അല്ലെങ്കിൽ നമ്മളിത് മാറ്റി വരയ്ക്കാൻ തയ്യാറാവണം. അതിന് ശേഷം നമ്മൾ കഴുത്തിൻ്റെ അകലം, ബാക്ക് കഴുത്തിൻ്റെ അകലം 1.25 നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ലെങ്ത്ത്, കഴുത്തിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഇപ്പം ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടിയേക്കുന്നത് 7.25. അപ്പോൾ 7.25 1/2 ഇഞ്ച് ഇവിടെ പോവുമല്ലോ. അപ്പം നമ്മളൊരു 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യാണ്. 1/2 ഇഞ്ച് ഇവിടെ പോവും, നമ്മൾ അടിച്ച് പോവും. അപ്പോൾ അത് കറക്റ്റായിട്ട് 7.25 കിട്ടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ 8.1 നമ്മൾ മാർക്ക് ചെയ്താൽ കറക്റ്റ് 8.25 മാർക്ക് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ? ഇവിടെ ഈ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ അടിച്ച് പോകുമ്പോൾ പോകും. അപ്പോൾ 7.25 വേണ്ടത്. അപ്പോൾ 8 സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുമ്പോൾ 8.25 ഇങ്ങനെ മാർക്ക് ചെയ്യാം. കാരണം നമ്മൾ മുകളിൽ ഷോൾഡർ അടിച്ച് പോകണ കാര്യം ആരും മറന്നു പോകരുത്. അതിന് ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരക്കാം. പിന്നെ ഈ വണ്ണമില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ ഒരുപാട് ഇങ്ങനെ വൈഡായിട്ട് വരയ്ക്കേണ്ട കാര്യമില്ല. അത് ചെറിയൊരിതിൽ മാത്രം ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വരച്ചു. അതിന് ശേഷം വെട്ടിയെടുക്കാം. ഒരിക്കലും നമ്മുടെ ഷോൾഡർ തന്നെ ആയിരിക്കില്ല ആം ഹോൾ. അതെപ്പോഴും എല്ലാവരും ശ്രദ്ധിച്ചോളണം. ചില സമയങ്ങളിൽ ചില ആൾക്കാർക്ക് നമുക്ക് ഷോൾഡർ തന്നെ ആം ഹോൾ എടുത്താലും കുഴപ്പം വരാറില്ല. ആം ഹോളിൻ്റെ കണക്കാണ് നമ്മൾ പറഞ്ഞു തന്നത്. അത് എല്ലാവരും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അത് അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ആം ഹോൾ ചുളിവില്ലാതെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിന് ശേഷം നമുക്ക് പ്രിൻസസ് കട്ടാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഫ്രണ്ട് ഭാഗം വെട്ടിയെടുക്കാനായിട്ടാണ് നോക്കുന്നത്. ഫ്രണ്ടിൽ നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ നമ്മളൊരു കുറച്ച് സൈഡിലേക്ക് ഇതെല്ലാം ഇങ്ങനെ കറക്റ്റായി വെച്ചതിന് ശേഷം ഫ്രണ്ട് ഭാഗം നമ്മൾ വെട്ടുന്നതിന് മുമ്പ് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു.
അതിന് ശേഷം നമ്മളൊരു 1.5 ഇഞ്ച്, നമുക്ക് തുണി കൂടുതലുണ്ടെങ്കിൽ 1.5 ഇഞ്ച് തന്നെ ബിഗിനേഴ്സ് ആരെങ്കിലും തയ്ക്കാൻ പഠിക്കുന്നവർ എപ്പോഴും ഫ്രണ്ട് വശം ഒരു കുറച്ച് കൂടുതൽ നമുക്ക് മാർക്ക് ചെയ്തിടണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് വശം നമ്മൾ ഈ പ്രിൻസസ് കട്ട് ഇങ്ങനെ അടിച്ച് വരുമ്പോൾ ഈ നമ്മുടെ തുണിയിൽ ഓൾറെഡി കുറയും, കുറച്ച് തുണി കൂടി കുറയും. ആ കുറയുമ്പോൾ അത് മാനേജ് ചെയ്യാനായിട്ടാണ് നമ്മൾ ബാക്കിനേക്കാൾ 1.5 ഇഞ്ച് കൂടുതൽ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിവിടേക്കും അതുപോലെ തന്നെ നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ അര 1 ഇഞ്ച് നമ്മൾ അടിച്ച് പോകും. അപ്പോൾ അതും കൂടി നമ്മളിവിടെ മാർക്ക് ചെയ്യണം. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പം നമുക്കിവിടെ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് നമ്മൾ മാർക്ക് ചെയ്തു. അതിന് ശേഷം ഒരു ഫ്രണ്ടിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ആംകോളിൻ്റെ താഴത്തുനിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തു. 1 ഇഞ്ചോ 3/4 ഇഞ്ചായാലും മതി. കാരണം ഒട്ടും മണ്ണമില്ലാത്ത ആളായതുകൊണ്ട് 3/4 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല. അതിന് ശേഷം നമ്മുടെ ടക്കിൻ്റെ ലെങ്ത്ത് കിട്ടിയേക്കുന്നത് എത്രയാണെന്ന് നോക്കണം. ടക്കിൻ്റെ ലെങ്ത്ത് 8.25 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 1/2 ഇഞ്ച് ഷോൾഡർ അടിച്ച് പോകാനുള്ളത് മാറ്റിയിട്ടതിന് ശേഷം താഴത്തേക്ക് വേണം 8.25 അളന്നിട്ടാൽ. 1/2 ഇഞ്ച് ഇവിടെ അടിക്കാനുള്ളത് ഇവിടെ അങ്ങനെ മാറ്റിയിടുക. നിങ്ങൾ 4 ഇഞ്ച് എടുക്കണമെങ്കിൽ 4 ഇഞ്ച് മാറ്റിയാൽ മതി. ഷോൾഡർ എത്രയാണോ അടിക്കുന്നത് അത്രയും മാറ്റിയിട്ടതിന് ശേഷം നമുക്കിവിടെ 8.25 നമ്മളിവിടെ അടയാളപ്പെടുത്താണ്. ഇങ്ങനെ 8.25 ഒരു മാർക്ക് ചെയ്തു. അതിന് ശേഷം നമ്മുടെ ടക്കിൻ്റെ വിഡ്ത്ത് 7 ഇഞ്ചാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ 7ൻ്റെ കൂടെ ഇപ്പോൾ 7 ഇഞ്ച് നമ്മളിവിടെ 3.5, 7ൻ്റെ പകുതി 3.5യുടെ കൂടെ നമ്മളൊരു 1/2 ഇഞ്ചും കൂടി സീം അലവൻസ്, അതായത് നമ്മൾ ഈ പ്രിൻസസ് കട്ട് ഇവിടെ ഇങ്ങനെ അടിച്ച് പോകാനായിട്ട് 1/2 ഇഞ്ച് ഇവിടുന്ന് പോകും. അപ്പോൾ ആ 1/2 ഇഞ്ച് കൂടി നമ്മൾ സീം അലവൻസ് ഇവിടെ കൊടുക്കുക. അപ്പോൾ 4 ഇഞ്ചിലാണ് നമ്മളിവിടെ ഇത് അടയാളപ്പെടുത്തുന്നത്. അതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ ആ 3/4 ഇഞ്ചാണെങ്കിൽ 3/4 ഇഞ്ച്, 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് എടുത്ത് ഇവിടെ നിന്ന് നമ്മളിവിടെ ഇവിടേക്ക് ഇത് മാർക്ക് ചെയ്യാണ്. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇവിടേക്ക് ഇത് കൊണ്ടുവരാണ്. അതിന് ശേഷം നമ്മളൊരു ഇവിടുത്തെ ടക്ക് എത്ര ഇഞ്ചിലാണ് നമുക്ക് ടക്ക് വേണ്ടത്, നമ്മുടെ ബ്രസ്റ്റിൻ്റെ അളവിലാണ് നമ്മളത് ടക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു 3/4 ഇഞ്ചിൻ്റെ ടക്ക് കൊടുത്താൽ മതി. ഫ്രണ്ടിലെ ടക്കാണ്. 3/4 ഇഞ്ചിൻ്റെ ഒരു ടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം. മുക്കാൽ ഇഞ്ചിന് ടക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാതിരി മുക്കാൽ വരുമ്പോൾ 1.5 ഇഞ്ച് നമ്മളിവിടെ കൂട്ടിയിടണം. ഈ ടക്ക് കൊടുക്കാനുള്ള 1.5 ഇഞ്ച് നമ്മളിത് ഇവിടെ സൈഡിൽ കൂട്ടിയിടണം. എന്നാൽ അല്ലെങ്കിൽ തുണി തികയില്ല. അതിന് വേണ്ടിയിട്ടാണ് കൂട്ടിയിട്ടത്. അതിന് ശേഷം നമ്മുടെ ഇവിടെ പോയിൻ്റ് 8.25 ഇവിടെയാണല്ലോ നമ്മൾ മാർക്ക് ചെയ്ത് 1/2 ഇഞ്ച് താഴേക്ക് ഇറക്കി 8.25 ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഇതാണ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ പോയിൻ്റ് വരുന്നത്. അതിനകത്തേക്ക് നമ്മൾ ഈ 3/4 ഇഞ്ച് യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പുറ സൈഡ് യോജിപ്പിക്കുമ്പോൾ നമ്മളിതിങ്ങനെ ഒരു കർവ് കൊടുത്തിട്ട് വേണം, ചെറിയൊരു കർവ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഒരു കർവാണ്. ഇങ്ങനെ കൊടുത്ത് വേണം യോജിപ്പിക്കാൻ. ഇങ്ങനെ ഒരു കർവിലാണ് നമ്മളിത് വെട്ടിയെടുക്കേണ്ടത്. ഈ ഒരു സൈഡ് അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നുള്ള അറേഞ്ച് നമ്മൾ ഇവിടെ അറേഞ്ച് കൂട്ടിയെടുത്തേക്കണം. ഇവിടെയും അതുപോലെ തന്നെ നമുക്കൊരു 1 ഇഞ്ച് കൂട്ടിയിടാം. ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ വെട്ടി ക്ലിയർ ചെയ്ത് ഇങ്ങനെ നേരെ ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. നമ്മളിത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബാലൻസുള്ള തുണി കംപ്ലീറ്റ് നമ്മൾ വെട്ടിക്കളയാനുള്ളതാണ്. നമുക്ക് തുണി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ലബ്ധിക്കേണ്ട കാര്യമില്ല. പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ ഒരല്പം കൂട്ടിയിട്ട് ചെയ്യണം.
അതിനുശേഷം ഇങ്ങനെ വെട്ടിയെടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. നമ്മളിതിങ്ങനെ വെച്ച് അടിച്ചിങ്ങനെ പോകും. കണ്ടോ, ഇങ്ങനെ അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്തിനാണ് കൂട്ടിയെടുക്കണം എന്ന് പറയണതെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ അത് അടിച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കണ്ടോ ഏറ്റക്കുറച്ചിലുകൾ വരുന്നത് കണ്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല പീസിലേക്ക്, കൈ വേണ്ട, സ്ലീവ്ലെസ്സാണ്, അതുകൊണ്ട് നമുക്ക് നല്ല പീസിലേക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം ഇങ്ങനെ വച്ച് വെട്ടി മാറ്റിയിട്ടുണ്ട്, വെട്ടിയെടുത്തിട്ടുണ്ട്. നല്ല തുണിയിലേക്ക് എല്ലാം വെട്ടിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകുന്ന കാരണകൊണ്ടാണ് വെട്ടിയത് കാണിക്കാത്ത. പല വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അപ്പം ഇനി നമുക്ക് തയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കഴുത്ത് നമ്മളിങ്ങനെ വെട്ടി ബാക്ക് കഴുത്ത് വെട്ടി കളഞ്ഞിട്ട് നല്ല തുണിയിലേക്ക് അറ്റാച്ച് ചെയ്യാണ്. അതിന് ശേഷം എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ നല്ല തുണിയിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ടൈലിലേക്ക് ഇവിടെ ഒന്നും കൂടി മാർക്ക് ചെയ്തിട്ട് ഇത് രണ്ടും നേരെ വെച്ച് നമ്മളിങ്ങനെ പ്രസ് അമർത്തതാണ്. ആ മാർക്കിങ് ഇപ്പുറ സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. ടക്ക് അടയാളപ്പെടുത്താനായിട്ടാണ്. ടക്ക് നമുക്കിവിടെ അടിച്ചു വയ്ക്കണം, അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എന്നിട്ട് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി വെക്കുകയാണ്. 3.25 നമ്മുടെ ടക്കിൻ്റെ ഇത്. നേരെ അടയാളപ്പെടുത്തി 1/2 ഇഞ്ച് ഇവിടെ വെച്ച് പിടിച്ച് നമ്മൾ ടക്ക് ആദ്യം തന്നെ അടിച്ചു വയ്ക്കുകയാണ്. ടക്ക് അരയിഞ്ച് പിടിച്ച് നമ്മൾ ഇവിടെ അടിച്ചു. ഇപ്പുറ സൈഡിലും ടക്ക് അടിക്കുകയാണ്. രണ്ട് സൈഡും ടക്ക് നമ്മൾ അടിച്ചു പിടിപ്പിച്ചു. അതിനുശേഷം ഈ കഴുത്തിന് നടുക്ക് വെട്ടിക്കളയുക. ഈ കൂടുതലുള്ള എക്സസ് ഉള്ള പീസുകളെല്ലാം നമുക്ക് വെട്ടിക്കളഞ്ഞു കൊണ്ടുവരാം. നമ്മൾ ബാക്ക് സൈഡ് ടക്കൊക്കെ അടിച്ച് എല്ലാം ക്ലിയർ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡ് അടിക്കാം.
ഫ്രണ്ട് സൈഡ് ഇങ്ങനെ അതുപോലെ തന്നെ അടിച്ച് എക്സ്ട്രാ വന്ന പീസുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. എല്ലാം കട്ട് ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലുള്ള പീസുകൾ ഇത് നമ്മൾ അടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വെച്ച് നോക്കണം. ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് വച്ച് നോക്കിയതിന് ശേഷം വേണം, അല്ലെങ്കിൽ തിരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിങ്ങനെ വച്ച് നോക്കിയതിന് ശേഷം വേണം അടിച്ചു പിടിപ്പിക്കാൻ. ഇത് നമ്മൾ അടിച്ച് 4 സൈഡും അടിച്ച് മറ്റേതൊക്കെ ട്രിം ചെയ്ത അരി എല്ലാം കറക്റ്റായിട്ട് ട്രിം ചെയ്തിട്ട് വരണം. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. അത് കുഴപ്പമില്ല. നമ്മളത് ഇങ്ങനെ ജോയിൻ്റ് ചെയ്യണം.
ഇതടിച്ച പോലെ തന്നെ ഇപ്പുറ സൈഡ് നമുക്ക് അടിച്ചിട്ട് തരാം. ഇപ്പോൾ ബാക്കിൽ ഓപ്പൺ കൊടുക്കണം. ഓപ്പണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. ബാക്ക് ഓപ്പണാണ് കൊടുത്തേക്കുന്നത്. നമ്മളൊക്കെ ഫ്രണ്ട് ഇവിടെ ഷോൾഡറും ബാക്ക് ഷോൾഡറും തമ്മിൽ ഇങ്ങനെ ജോയിൻ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്തിട്ട് വേണം എല്ലാ ഭാഗങ്ങളും നമ്മൾ അടിച്ച് കഴിയുമ്പോൾ ലോക്ക് ചെയ്യണം. നമ്മൾ കഴുത്തടിച്ച് മറിക്കാനായിട്ട് ക്രോസ് പീസ് വെട്ടിയിടുന്നു. തുണി നേരായിട്ട് ക്രോസായിട്ട് ഒരു ഇഞ്ച് വീതിയിലൊക്കെ ക്രോസ് പീസ് വെട്ടിയെടുക്കാം. ഈ ക്രോസ് പീസ് എല്ലാം കൂടി നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് ക്രോസ് പീസ് ജോയിൻ ചെയ്യേണ്ടത്. നേരെ ഓപ്പോസിറ്റ് വയ്ക്കുക. ഈ ക്രോസുകൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെയാണ് അടിക്കേണ്ടത്. ഇങ്ങനെയാണ് ക്രോസ് പീസ് ശരിക്കും ജോയിൻ ചെയ്യേണ്ടത്. ഇങ്ങനെ നേരെ വയ്ക്കുക. ക്രോസുകൾ നമ്മളിങ്ങനെ വയ്ക്കുക. അതിന് ശേഷം ഇങ്ങനെ അടിച്ചു പോകും. ഇങ്ങനെയാണ് ക്രോസ് പീസ് ജോയിൻ ചെയ്യണം. ഇതാണ് ശരിയായ രീതി. അതിനുശേഷം നമ്മൾ ബാക്കിൽ ഓപ്പൺ വെക്കണം. ഓപ്പൺ ഒരു സൈഡിലേക്ക് നമ്മൾ അകത്തോട്ട് അടിച്ചു പോകാനായിട്ട് ഒരു 1.5 ഇഞ്ച് വീതിയിലുള്ള ഒരു പടിയും മറു സൈഡിലേക്ക് ഇച്ചിരി വീതി കൂടി 2 ഇഞ്ച് ഒക്കെ ഉള്ളൊരു വീതിയുള്ള ഒരു പടിയും കട്ട് ചെയ്തെടുക്കാം. വീതി കുറഞ്ഞ പടി നമുക്ക് ഹുക്ക് പിടിപ്പിക്കാനുള്ള വശത്തേക്ക് വയ്ക്കുക. അതായത് ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മുടെ ഇടത് കൈയുടെ അവിടെ വരുന്ന ഭാഗത്തിലാണ് നമ്മൾ ഹുക്ക് പിടിപ്പിക്കുന്നത്. നേരേക്ക് നല്ല വശം വെച്ച് നമ്മുടെ വശത്തേക്ക് വയ്ക്കുമ്പോൾ നമ്മുടെ ഇടത് കൈയുടെ ഭാഗത്ത് വരുന്ന ഭാഗത്തേക്ക് ഹുക്ക് പിടിപ്പിക്കണം. പതിച്ചടിക്കുക. അടിച്ചെടുത്തതിന് ശേഷം തിരിച്ച് മറിച്ച് പതിച്ചടിക്കണം. അതിനുശേഷം നമ്മളിതകത്തോട്ട്
ഫുള്ള് ഭാഗവും പുറത്ത് കാണാതെ അകത്തേക്ക് മടക്കി വയ്ക്കണം. അങ്ങനെ മടക്കി കനത്തിൽ ഇങ്ങോട്ട് മടക്കി വയ്ക്കുക. അതിന് ശേഷം ഇത് അടിച്ചെടുക്കുക. ഇതാണ് ഹുക്ക് വയ്ക്കാനുള്ള സ്ഥലം. നമുക്ക് ഹുക്ക് ഇടാനുള്ള അരി വെക്കേണ്ട സ്ഥലത്തേക്ക് ഇതിന് പാകത്തിനുള്ളൊരു പീസ് നമ്മൾ കഴുത്ത് വെട്ടിയാണ്ട് കിട്ടിയായിരുന്നു. അതൊന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്കത് ഇടുന്നു. അകവശത്തുനിന്ന് ചീത്ത വശവും നല്ല വശവും കൂടി വെച്ചിട്ടാണ് അടിക്കേണ്ടത്. അതായത് ചീത്ത വശത്ത് നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ തുണി വെച്ചതിന് ശേഷം അടിച്ചെടുക്കും. ശേഷം ഇത് പുറമേക്കാണ് ഇത് മടക്കി എടുക്കേണ്ടത്. നമുക്ക് അരി വയ്ക്കാനുള്ള ഭാഗം പുറമേക്ക് മടക്കി ഒരു രീതിയിലൊക്കെ ഇവിടെ കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ച് നമ്മൾ ഇതുപോലെ വീണ്ടും താഴത്തേക്ക് നമുക്ക് എത്ര ഗ്യാപ്പ് അളവാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പിലാണെങ്കിൽ 1 ഇഞ്ച് ഗ്യാപ്പിൽ അടുത്തേത് മാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവോ? അതിനകത്ത് ഒരേ കളർ തുണിയായതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. വീണ്ടും 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇവിടെ കുത്തി നിർത്തുക. കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ചിങ്ങോട്ട് അടിക്കണം. ഇങ്ങനെയാണ് അരി പിടിപ്പിക്കേണ്ടത്. ഇത് കാണുന്നത് നമ്മളിങ്ങനെ അടിച്ചതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ വിടവുകളുണ്ട്. അതിലൂടെയാണ് നമ്മൾ ഹുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എല്ലായിടത്തും ഓരോ വിടവുകളുണ്ട്. ഇനി നമുക്കിതിനകത്ത് കഴുത്തടിച്ച് മറിക്കാനുള്ള ക്രോസ് പീസ് പിടിക്കും. ഇവിടെ കുറച്ച് ഭാഗം തള്ളി വയ്ക്കുക. തള്ളി വെച്ചതിന് ശേഷം ഇങ്ങനെ മടക്കി നമ്മൾ 1/4 ഇഞ്ച് വീതിയിൽ അടിച്ചു പോകണം. കഴുത്ത് വലിക്കാതെ കൈ പതുക്കെ തിരിച്ചു കൊടുത്ത് കഴുത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് കൈ തിരിച്ചു കൊടുത്ത് വേണം അടിക്കാൻ.
കഴുത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ ഇത് വളച്ച് കൊണ്ടുവന്നിട്ട് വേണം അടിച്ച് ക്ലോസ് ചെയ്യാൻ. അതിനുശേഷം ഇവിടെ നമ്മളൊരു ചെറിയ വെട്ടുകൾ ഇട്ട് കൊടുക്കുക, കഴുത്തിൻ്റെ കറക്റ്റായിട്ടുള്ള കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചകത്തി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ മെയിൻ അടിക്കുമ്പോൾ കൊള്ളാത്ത രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. എല്ലാ ഭാഗവും നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഇതിങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം നമ്മൾ പതിച്ചടിക്കണം. നല്ല തുണിയിലേക്ക് കൊള്ളാത്ത രീതിയിൽ നമ്മളിത് അടിച്ച് മറിച്ചെടുക്കുന്ന ഈ ലൈനിങ്ങിൻ്റെ തുണിയിൽ മാത്രമേ അടിപ്പ് വരാൻ പാടുള്ളൂ. ഇതിന് ശേഷം ഇത് നമ്മളിങ്ങനെ വെച്ച് ഹെമ്മ് ചെയ്തെടുക്കുകയാണ്. ഹെമ്മ് ചെയ്ത് ഫുള്ളിങ്ങനെ ഹെമ്മ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ലാസ്റ്റ് കാണിക്കാം. നമുക്ക് സ്ലീവ് വേണ്ട. സ്ലീവ് നല്ല തുണി ബാലൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ സ്ലീവിൻ്റെ അവിടെ ക്രോസ് പീസ് വെക്കാനായിട്ട് ഈ തുണി തന്നെയാണ് എടുക്കുന്നത്. ക്രോസ് പീസുകൾ നമ്മൾ ജോയിൻ ചെയ്യണം. ക്രോസ് പീസ് നമ്മൾ ജോയിൻ ചെയ്ത് അടിക്കാം. നമ്മൾ സ്ലീവ്ലെസ് ആയതുകൊണ്ട് നമ്മളിവിടെ സ്ലീവ് ക്രോസ് പീസ് വെച്ച് മറിച്ചടിക്കുകയാണ്. സ്ലീവിൻ്റെ ഭാഗം ഇതിവിടെ ഇങ്ങനെ വയ്ക്കാം. 4 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് അടിച്ച് പോകണം, വലിക്കാതെ ഇങ്ങനെ വെച്ച്.
ബാലൻസ് ഓരോന്ന് കട്ട് ചെയ്ത് കളയും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഓരോന്ന് ഒഴിച്ച് കൊടുക്കണം. കറക്റ്റ് ആ അളവിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ നല്ല അടുക്കുമ്പോൾ കൊള്ളാത്ത രീതിയിൽ വേണം നമ്മളിങ്ങനെ കട്ട് ചെയ്തിടാനായിട്ട്. അതിന് ശേഷം നമ്മളിത് ഇവിടെ ഒരടുപ്പ് പതിച്ചടിച്ചു കൊടുക്കും. അതിനുശേഷം നമ്മളിത് മറിച്ച് ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ അകത്തോട്ട് മറിച്ച് വെച്ചടിക്കുകയാണ്. നമ്മൾ കോട്ടൻ്റെ തുണി ആയതുകൊണ്ടാണ് ഇത് തന്നെ വെച്ച് ക്രോസ് പീസ് വെച്ചടിക്കുക. അതല്ലെങ്കിൽ ലൈനിങ്ങും കോട്ടൻ്റെ ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ ക്രോസ് പീസ് അടിച്ചെടുക്കാറ്. വലിയ തുണിയൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ അടിക്കും. ഇതുപോലെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഈ സൈഡിലത്തെ തുമ്പത്തേക്കൂടെ നമ്മൾ ഒരു അടിപ്പും കൂടി അടിച്ച് കൊടുക്കണം. നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കാനായിട്ടാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പുറ സൈഡിൽ ഞാൻ അടിച്ചിട്ട് വരാം.